മനുഷ്യർ വേർപ്പോടുകൂടി ആഹാരം കഴിക്കണമെന്ന് കൽപ്പിച്ച് ചിലരെ കച്ചവടക്കാരായിട്ടും ചിലരെ കൃഷിക്കാരായിട്ടും മറ്റും നിയമിച്ചവരായ ദൈവമേ, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന പ്രകാരം ഞങ്ങൾ നടത്തുന്ന കച്ചവടത്തെ നീ അനുഗ്രഹിക്കണമേ. നിനക്കിഷ്ടമില്ലാത്തതും ന്യായമില്ലാത്തതുമായ ലാഭങ്ങൾക്കും വഞ്ചനകൾക്കും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടപിശാചികളെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. വ്യാജവാക്കുകളും കള്ളത്തൂക്കങ്ങളും കള്ള അളവുകളും നടത്താതിരിക്കാൻ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കരുണയുടെ സഹായത്താലല്ലാതെ ഞങ്ങളുടെ സ്വശക്തി കൊണ്ട് യാതൊന്നും പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാപ്തന്മാരല്ലാത്തതിനാൽ കർത്താവേ, ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലും ഞങ്ങളുടെ കച്ചവട സ്ഥലങ്ങളിലും ഞങ്ങളുടെ വലുതതുകൊണ്ടും എടുത്തതുകൊണ്ടും ചെയ്യുന്ന സകലത്തിലും നിന്റെ കൃപ ഞങ്ങൾക്ക് കൂട്ടും സഹായമായിരിക്കണമേ. നിന്റെ തിരുവിഷ്ടത്തിനെതിരായുള്ള ഞങ്ങളുടെ പാപങ്ങളും അഹങ്കാരങ്ങളും നിമിത്തം നീ ഞങ്ങളെ നശിപ്പിക്കാതെ നിന്റെ കൽപ്പന പ്രകാരം നടപ്പാനും ജീവിക്കാനും ഞങ്ങളെ താല്പര്യപ്പെടുത്തുകയും ഞങ്ങൾക്കുള്ളതെല്ലാം 130 60 100 നീ വർദ്ധിപ്പിക്കുകയും നിന്റെ തിരുനാമ മഹത്വത്തിനായിട്ട് വഴിപാടുകളും ദശാംശങ്ങളും ധർമ്മങ്ങളും മറ്റും കൊടുക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കരുണയുള്ള ദൈവമേ, മഹാദിയുടെ ദൈവമേ, മനസ്സലുള്ള ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ ഈ സ്ഥാപനത്തെ, പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഈ ജനത്തെ ഞാൻ എല്ലാവരും തരികയാണ്. കർത്താവെ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കരത്താൽ ഇപ്പോൾ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് ഈ സ്ഥാപനത്തിലിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കർത്താവിന് തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവെ അവിടുന്ന് തന്നെ അനുഗ്രഹിച്ച് മുന്നോട്ട് തന്നെ നടത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ സംസാരിച്ചല്ലോ കർത്താവെ, നന്മയും കരുണയും കർത്താവെ ആയുഷ്കാലം മുഴുക്കുകയും കർത്താവെ അവൻ തരുമെന്ന് പറഞ്ഞു. സ്തോത്രം കർത്താവെ സ്തുതിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ജനത്തെ നീ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കരുണയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ രണ്ട് കഥയാണ് സാറേ. ഫ്രണ്ട് ആ ഒന്ന് പിടിക്കുകയോ ഒന്ന് പിടിക്കാൻ ഒന്ന് നമുക്ക് കേട്ടോ. ആ സാർ ഫ്രണ്ട് വേണം. ഫ്രണ്ട് കഥയാണ് മാഡം അടുത്ത് പറഞ്ഞേ. മാഡം കയറി മോനെ കയറി. സാർ ഈ സൈഡിൽ വന്നത്
സാന്നിധ്യമാണല്ലോ. ഓക്കെ താങ്ക് യു. ഇവിടെ എന്താ അവിടെ ഇറങ്ങി വന്നാൽ മതി. ഇറങ്ങി വരണമുണ്ടായിട്ട് അത് കട്ട് ചെയ്തോ. പരസ്യം കൊടുക്കാനാണ് യൂട്യൂബിൽ എടുക്കാൻ. ഇതിലൊരു വീഡിയോ ഫാമിലി